വചനമൊഴി നോമ്പുകാലം 6-ാം ഞായർ. വചനഭാഗം നിയമാവർത്തനം 8:1-10, 2 മക്കബായർ 6:18-31, 1 പത്രോസ് 4:12-19, മർക്കോസിന്റെ സുവിശേഷം 8:31-9. ഈശോയിൽ സ്നേഹമുള്ളവരെ, പീഡാനുഭവ വാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ആഴ്ചയിലേക്ക് നാം എത്തുകയാണ്. പീഡാസഹന കുരിശുമരണ ഉത്ഥാന രഹസ്യത്തെക്കുറിച്ച് ഈശോ നടത്തുന്ന പ്രവചനമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ കേന്ദ്ര പ്രമേയം ഈശോ ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. നീ മിശിഹായാണ് എന്ന പത്രോസ്ലീഹായുടെ ഉത്തരമാണ് സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ പാരമ്യമായി നിൽക്കുന്ന 8-ാം അധ്യായം 27-30 വചനങ്ങൾ. മിശിഹാത്വത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് സുവിശേഷത്തിന്റെ 2-ാം ഭാഗം, അതായത് 8-ാം അധ്യായം 31 മുതൽ 16:8 വരെയും. മിശിഹാത്വത്തിന്റെ സ്വഭാവം എന്തെന്നും മിശിഹായുടെ ശിഷ്യത്വത്തെക്കുറിച്ചും അവിടുത്തെ അനുഗമിക്കുക എന്നതിന്റെ അർത്ഥം എന്തെന്നും വെളിപ്പെടുത്തുന്നതാണ് 8-ാം അധ്യായം 31 മുതൽ 9-ാം അധ്യായം 29 വരെയുള്ള വചനഭാഗങ്ങൾ. മിശിഹായുടെ പീഡാനുഭവ പ്രവചനവും ശിഷ്യന്മാരുടെ പ്രതികരണവും ശിഷ്യത്വത്തെക്കുറിച്ചുള്ള പ്രബോധനവുമാണ് പ്രധാന ഉള്ളടക്കം. മിശിഹായെക്കുറിച്ച് മർക്കോസ് സുവിശേഷം നൽകുന്ന വെളിപാടിന്റെ പരകോടിയാണ് 15:39 കാണുന്ന ശതാധിപന്റെ പ്രഖ്യാപനം: ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള 3 പ്രവചനങ്ങളാണ് മർക്കോസിന്റെ സുവിശേഷത്തിലുള്ളത്. 8:31-33, 9:30-32, 10:32-34. അതിന് ശിഷ്യന്മാരുടെ പ്രതികരണവും ഈശോ അവർക്ക് നൽകുന്ന ഉത്തരവുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നതാണ് പ്രവചനം. ഈശോ തന്നെ തന്നെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത് മനുഷ്യപുത്രൻ എന്ന പദമാണ്. പഴയ നിയമത്തിൽ ദാനിയേലിന്റെ പുസ്തകം വരാനിരിക്കുന്ന മിശിഹായെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന പദമാണ് മനുഷ്യപുത്രൻ എന്നത്. മിശിഹായുടെ സഹനത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്നത്. മനുഷ്യപുത്രൻ തിരസ്കരിക്കപ്പെടുകയും പീഡകൾ സഹിക്കുകയും വധിക്കപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. മിശിഹായുടെ സഹനത്തെക്കുറിച്ചുള്ള പ്രവചനം കേട്ടപ്പോൾ പത്രോസ് ഈശോയെ മാറ്റി നിർത്തി ശാസിക്കാൻ തുടങ്ങി എന്ന് പറയുന്നതിലൂടെ മിശിഹ സ്വീകരിക്കുന്ന സഹനത്തിന്റെ മാർഗത്തോട് പത്രോസിനുള്ള ശക്തമായ വിയോജിപ്പാണ് പ്രകടമാക്കുന്നത്. സഹനത്തോടുള്ള പത്രോസിന്റെ വിപ്രതിപത്തിയെ ഈശോ ശകാരിക്കുകയാണ്. ഈശോയുടെ പീഡാനുഭവ പ്രവചനത്തിൽ ഇടർച്ച തോന്നിയ പത്രോസ് സഹന ദൗത്യത്തിൽ നിന്ന് ഈശോയെ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുന്നു. പത്രോസിന്റെ പ്രവൃത്തി സാത്താന് സമാനമാണ്. ദൈവഹിതമനുസരിച്ച് സഹനത്തെ സ്വീകരിക്കുന്ന മിശിഹ ദൈവികമായി ചിന്തിക്കുമ്പോൾ അതിനെതിർക്കുന്ന പത്രോസിന്റെ ചിന്ത ദൈവികമല്ല. മിശിഹായുടെ ശിഷ്യൻ അവിടുത്തെ പിന്നാലെ അനുഗമിക്കേണ്ടവനാണ്. അതിനാലാണ് പത്രോസിനോട് ഈശോ പറയുന്നത്, നീ എന്റെ പിന്നാലെ പോകുക. തുടർന്ന് ശിഷ്യത്വത്തിന്റെ മാർഗം എന്താണ് എന്ന് ഈശോ പഠിപ്പിക്കുന്നു. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കുരിശ് സഹനത്തിന്റെ ഒരു പ്രതീകമാണ്. ക്ലേശങ്ങളും സഹനങ്ങളും സ്വീകരിക്കാനും മരണം വരിക്കാനും തന്റെ ശിഷ്യന്മാർ തയ്യാറാകണമെന്ന് ഈശോ പഠിപ്പിക്കുന്നു. താൻ മിശിഹ ആകുന്നത് സഹനത്തിലൂടെയും മരണത്തിലൂടെയും കടന്ന് ഉത്ഥാനത്തിലെത്തുമ്പോഴാണ്. സഹനത്തിന്റെ വഴിയെ നടന്നാൽ മാത്രമേ ദൈവരാജ്യത്തിന്റെ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് നാം ഈശോ വഹിച്ച കുരിശെടുത്തുകൊണ്ട് അവിടുത്തെ പിൻചെല്ലണമെന്നല്ല, മറിച്ച് നാം ഓരോരുത്തരും സ്വന്തം കുരിശെടുത്ത് അവിടുത്തെ പിൻചെല്ലുക. സമാന്തര സുവിശേഷ ഭാഗങ്ങളിൽ അനുദിനം കുരിശെടുക്കുക എന്ന് കൂട്ടിച്ചേർക്കുന്നു. എന്താണ് നാം അനുദിനം വഹിക്കേണ്ട നമ്മുടെ കുരിശ്?
നമ്മുടെ കുരിശ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈശോയുടെ കുരിശ് എന്തായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഈശോയുടെ കുരിശ് ദൈവപിതാവിന്റെ ഹിതമനുസരിച്ച് തന്റെ ജീവിത കടമ നിർവഹിക്കുക എന്നതായിരുന്നു. അതിന്റെ ഭാഗമായാണ് അവിടത്തേക്ക് മരക്കുരിശിലേറേണ്ടി വന്നതും. നാം വഹിക്കുന്ന കുരിശും നമ്മുടെ ജീവിത കടമകളുടെ നിർവഹണമാണ്. അത് ദൈവഹിതമനുസരിച്ച് പൂർത്തിയാക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ടി വരുന്ന ത്യാഗങ്ങളും സഹനങ്ങളുമെല്ലാം നാം ഏറ്റെടുക്കേണ്ടി വരുന്ന കുരിശുകളാണ്. ദൈവഹിതമനുസരിച്ച് ജീവിത കടമകൾ പൂർത്തിയാക്കിക്കൊണ്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്നതാണ് നാം വഹിക്കേണ്ട അനുദിന കുരിശ്. അതും വഹിച്ചുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ യാത്രയാകാനാണ് അവിടുന്ന് വിളിക്കുന്നത്. സഹനത്തിന്റെ പാതയിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ ജീവിതത്തിൽ സഹനത്തിനർത്ഥം കണ്ടെത്തുവാനുള്ള സന്ദേശമാണ് ഇന്നത്തെ ദൈവവചന പ്രഘോഷണങ്ങളെല്ലാം പങ്കുവെക്കുന്നത്. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ള തിരുവചന ഭാഗത്ത് ദൈവമായ കർത്താവ് ഇസ്രായേലിനെ പരീക്ഷിച്ചതും മരുഭൂമിയിലൂടെ നടത്തിയതും അവരെ എളിമപ്പെടുത്തുന്നതിനും ദൈവകൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന് അറിയുന്നതിനും വേണ്ടിയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. അവർ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ പാലിച്ചും അനുസരിച്ചും ജീവിക്കുന്നതിന് അവരെ ഒരുക്കുന്നതിനു വേണ്ടിയായിരുന്നു അത്. കർത്താവ് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്ന ദേശത്ത് പ്രവേശിച്ച് അത് അവകാശപ്പെടുത്തുന്നതിന് അവിടുത്തെ മാർഗത്തിൽ ചലിക്കണം. യഥാർത്ഥത്തിൽ ക്രൈസ്തവ ജീവിതത്തിൽ അതാണ് അനുദിന കുരിശെടുക്കൽ. രണ്ടാമത്തെ ദൈവവചന പ്രഘോഷണം മക്കബാരുടെ 2-ാം പുസ്തകത്തിൽ നിന്നുമുള്ളതാണ്. വിശ്വാസ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടി സഹനത്തിന്റെ പാത പിന്തുടരുന്ന എലയാസറിനെ കുറിച്ചാണ് നാം അവിടെ ശ്രവിക്കുന്നത്. യഹൂദർ ഗ്രീക്കുകാരുടെ ആധിപത്യത്തിലായിരുന്നപ്പോൾ സത്യദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസം ഉപേക്ഷിക്കാനും ദൈവമല്ലാത്തവയുടെ പിന്നാലെ പോകുവാനും പ്രലോഭനങ്ങളും നിർബന്ധനങ്ങളും പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ വിശ്വാസത്തിനു വേണ്ടി ജീവിക്കുവാനും സത്യവിശ്വാസം കാത്തുസൂക്ഷിക്കുവാനും യഹൂദ നേതാവ് യൂദാസ് മക്കബെയൂസ് ജനത്തെ ഒരുക്കിയിരുന്നു. സത്യവിശ്വാസത്തിനു വേണ്ടി ജീവൻ ത്യജിക്കുന്നിടത്തോളം വിശ്വസ്തത പുലർത്തിയ ആളായിരുന്നു ഏലയാസർ. അപ്രകാരം ജീവൻ ത്യജിക്കാൻ തയ്യാറായ ഏലയാസർ സഹനത്തിലൂടെ രക്ഷയിലേക്ക് പ്രവേശിച്ച ആളാണ്. കർത്താവിനോടുള്ള ഭക്തിയാൽ സഹിക്കുന്നതിൽ എന്റെ ആത്മാവ് സന്തോഷിക്കുന്നു എന്നാണ് ഏലയാസർ പ്രഖ്യാപിക്കുന്നത്. പത്രോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിൽ ശ്ലീഹ പഠിപ്പിക്കുന്നതും സഹനങ്ങളെ മിശിഹായുടെ കുരിശിനോട് ചേർത്ത് സ്വീകരിക്കുവാനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ മിശിഹായുടെ പീഡകളിൽ നിങ്ങൾ പങ്കാളികളാവുകയാണ് എന്നതിൽ സന്തോഷിക്കുവിൻ. മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതിന്റെ പേരിൽ സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ എന്നാണ് ശ്ലീഹ പ്രബോധിപ്പിക്കുന്നത്. സഹനത്തെ രക്ഷാകരമാക്കി മാറ്റുവാനുള്ള സന്ദേശം സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ ഈ നോമ്പുകാല ചൈതന്യം നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.